ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. തേർഡ് സെമസ്റ്ററിലെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2-ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 2-ൽ വരുന്ന 2 മാർക്കിനുള്ള ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഷോർട്ട് എസ്സേ ആണ്. മൊഡ്യൂൾ 2-ൽ ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡിസ്കസ് ബ്രീഫ്ലി ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം അല്ലെങ്കിൽ സാമ്പത്തിക നയം എന്ന് പറയുന്നത്? സർക്കാരിൻ്റെ ധനപരമായ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സാമ്പത്തിക നയം അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത്. ഈ നയങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വളർച്ച അല്ലേ, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ ദാരിദ്ര്യം കുറയ്ക്കാനുമൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക നയം ഉപയോഗിക്കുന്നത്. ഈ സാമ്പത്തിക നയം ഏതൊക്കെ രീതികളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത സാമ്പത്തിക പ്രശ്നങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അതായത് സാമ്പത്തിക നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെ നികുതി, പൊതുകടം, അതുപോലെ തന്നെ പൊതുച്ചെലവ്, ബഡ്ജറ്റ്. ഇതൊക്കെ എന്താണ്? സാമ്പത്തിക നയത്തിൻ്റെ ഉപകരണങ്ങളാണ്. അത് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലേ. അതായത് ഈ മാന്യകാലത്ത് അല്ലേ, സമ്പദ് വ്യവസ്ഥയിലെ അല്ലെങ്കിൽ സാമ്പത്തിക മാന്യകാലത്ത് തൊഴിലവസരങ്ങൾ രൂപപ്പെടുത്താനും അതുപോലെ തന്നെ ഉൽപ്പാദനവും തൊഴിലവസരങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്താനും ഒക്കെ അതിനെ വിപുലീകരിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നടപടികൾ, നയങ്ങൾ രൂപീകരിക്കാനൊക്കെ തന്നെയും ഈ സാമ്പത്തിക നയം ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്തുക എന്നതാണ് പ്രധാനമായിട്ടും സാമ്പത്തിക നയം അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക നയത്തിലെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക്, അതായത് നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ, അപ്പോൾ അതായത് വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും ഒരുപോലെയല്ല സാമ്പത്തിക നയങ്ങൾ പൊതുവെ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉള്ളത്. അതായത് ഇവിടെ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രം. അതായത് ഈ സാമ്പത്തിക നയത്തിൻ്റെ ഉപകരണങ്ങളിലുള്ള വ്യത്യസ്തം അല്ലേ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. കാരണം ഒരു രാജ്യത്തിലെ ചില കാര്യങ്ങളിൽ ഉയർച്ചയിലായിരിക്കും, ചില കാര്യങ്ങൾ വളരെ ലോ അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് വ്യത്യസ്ത രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക നയങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കലും. ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിക്കലായിരിക്കണം സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കലുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ച കൈവരിക്കലായിരിക്കണം സാമ്പത്തിക നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ടാമത്തത് വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിതരണത്തിൽ സന്തുലിത തത്വം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവണം സാമ്പത്തിക നയം ഉണ്ടാവേണ്ടത്. വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിതരണത്തിൽ സന്തുലിത തത്വം നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ പൊതുച്ചെലവ്, പൊതുകടം അല്ലേ. നമ്മളെ വരുമാനത്തേക്കാൾ ചെലവ് വന്നാൽ അവിടെ എന്താവും? പൊതുകടം ഉണ്ടാവും. അപ്പോൾ അത് സാമ്പത്തിക നയത്തിൽ കുറേ പ്രശ്നങ്ങളെ രൂപീകരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? ആ ഒരു വിതരണത്തിൽ സന്തുലിത തത്വം നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. പിന്നെ മൂന്നാമത്തതാണ് മൂലധന രൂപീകരണ നിരക്ക് വർദ്ധിപ്പിക്കുകയും നിക്ഷേപം അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക. എന്താണ് മൂലധന രൂപീകരണ നിരക്ക് വർദ്ധിപ്പിക്കുകയും നിക്ഷേപം അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക. 4 പൂർണ്ണ തോതിൽ തൊഴിൽ നേടിയെടുക്കുക അല്ലേ. അതായത് തൊഴിലവസരങ്ങൾ രൂപീകരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 5 വിലസ്ഥിരത കൈവരിക്കുക. 6 സമ്പദ് വ്യവസ്ഥയിലെ വരുമാന വിഭവങ്ങൾ ഏറ്റവും അനുകൂലമായ അവസ്ഥയിൽ അപചയം സംഭവിക്കാത്തക്ക രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതായത് സമ്പദ് വ്യവസ്ഥയിലെ വരുമാന വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത്? നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട് അല്ലേ. അതിന് ഒരു മാറ്റം, അതായത്
അതിന് പരാജയം സംഭവിക്കാത്ത രീതിയിൽ, അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ അത് വിനിയോഗിക്കണം, സാമ്പത്തിക നയത്തിൽ വിനിയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ അടുത്ത 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രാദേശിക അസമത്വം കുറച്ച് കൊണ്ടുവരിക, അല്ലേ? പ്രാദേശിക അസമത്വം പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്, അതൊക്കെ തന്നെയും എന്ത് ചെയ്യണം, കുറച്ച് കൊണ്ടുവരണം. പ്രാദേശിക തലത്തിൽ അസമത്വം രൂപീകരിക്കുന്ന സമയത്ത് അതെന്താണ്, അവിടെ പലതരത്തിലുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അസമത്വം എന്നിവ കുറച്ച് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. 8ാമത്തെ പോയിന്റ്, വളർച്ചാ പ്രക്രിയയ്ക്കിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പണപ്പെരുപ്പത്തിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക, അല്ലേ? പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷവുമാണ്, പണച്ചുരുക്കം ഉണ്ടാകുന്ന സമയത്ത് ദോഷമാണ്. അപ്പോൾ അത് വളർച്ചാ പ്രക്രിയയ്ക്ക് ഇടയിലാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. പക്ഷെ ആ പണപ്പെരുപ്പത്തെ എന്ത് ചെയ്യണം, നമ്മളൊരു നിയന്ത്രിക്കണം, അല്ലേ? അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് നിയന്ത്രിക്കണം. അതാണ് അവിടെ പറയുന്നത്. 9ാമത്തെ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. അതാണ് നമ്മളവിടെ പറഞ്ഞ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ, അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ എന്താകും, അവിടെ ദാരിദ്ര്യം ഇല്ലാതാവാനും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്താനും നമുക്ക് കഴിയും. 10ാമത്തെ പോയിന്റ്, സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളെ കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയുള്ള ഉപയോഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദനക്ഷമവും പൊതുജനങ്ങൾക്ക് ഏറ്റവും അഭിലഷണീയമായ ഉപയോഗങ്ങളിലേക്ക് പുനർവിന്യാസം ചെയ്യുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളെ കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയുള്ള ഉപയോഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദനക്ഷമവും പൊതുജനങ്ങൾക്ക് ഏറ്റവും അഭിലഷണീയമായ ഉപയോഗങ്ങളിലേക്ക് പുനർവിന്യാസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഉൽപ്പാദനം കൂട്ടുക, അല്ലെ? ഉൽപ്പാദനം കൂട്ടുക, അതുപോലെ തന്നെ ഉപഭോഗത്തിനനുസരിച്ചുള്ള ഉൽപ്പാദനത്തിൽ വർധന കൊണ്ടുവരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എന്താ, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്താനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതിന് കഴിയും, അല്ലേ? അല്ലെങ്കിൽ മാന്യകാലത്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതിനെയൊക്കെ തന്നെ വിപുലീകരിക്കാനും സാമ്പത്തിക നയത്തിലൂടെ കഴിയും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശകാര്യമായ സന്തുലിതാവസ്ഥ ആർജിക്കുക. അപ്പോൾ അങ്ങനെ 11 പോയിന്റാണ് പറയുന്നത്. അതായത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കണം, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണം, അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിൻ്റെ എല്ലാ രീതികളും നോക്കിയിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രാദേശിക അസമത്വം കുറയ്ക്കണം. ഇതൊക്കെയാണ് സാമ്പത്തിക നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് സാമ്പത്തിക നയത്തിൻ്റെ ഉപകരണങ്ങളായിട്ടുള്ള പൊതുകടം, ബജറ്റ്, പൊതുവരുമാനം എന്നിവയിലൂടെയൊക്കെയാണ് സാമ്പത്തിക നയത്തിൻ്റെ ഉണ്ടാകുക, സാമ്പത്തിക നയത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നത്. അത് വ്യത്യസ്ത രീതിയിലായിരിക്കും എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒന്നാണ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. അതും കൂടി ഒന്ന് നോക്കാം. അതായത് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിലും തൊഴിൽ നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഫിസ്ക്കൽ പോളിസിയാണ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. എന്താണ്, ദേശീയ വരുമാനത്തിലും തൊഴിൽ നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാനായിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫിസ്ക്കൽ പോളിസിയാണ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഉയർന്ന ദേശീയ വരുമാനം, തൊഴിൽ നിലവാരം എന്നിവയെ ഉറപ്പുവരുത്തുകയും സ്വകാര്യ നിക്ഷേപത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളെ ഇല്ലാതാക്കുന്ന ഒരു നയം കൂടിയാണ് ഈ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഫിസിക്കൽ പോളിസിക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു അതിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞു, അതിനുള്ള നമ്മുടെ മേന്മകളൊക്കെ പറഞ്ഞുവെങ്കിലും അതിന് ചില പരിമിതികളുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന്. അതായത് പരിമിതികൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, സാമ്പത്തിക ഘടന സംയോജിപ്പിക്കേണ്ട പ്രശ്നങ്ങൾക്ക് നികുതി നയം പര്യാപ്തമല്ല, അല്ലേ? നികുതി നയം എല്ലാത്തിനും പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പ്രവർത്തന പരിമിതിയുണ്ട്, അതായത് പ്രധാനമായും സമയത്തിൽ വരുന്ന വിടവ്. പിന്നെ എത്രമാത്രം നികുതി നയം നടപ്പാക്കണം എന്നത് വ്യക്തമായിട്ടുള്ള ഒന്നല്ല. 4ാമത്തെ കാരണം, വ്യാപാര ചക്രങ്ങളുടെ ഗതി മുൻകൂട്ടി പ്രവചിച്ചാൽ മാത്രമേ നികുതി നയം ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ വ്യാപാര നയത്തിൽ ചിലപ്പോൾ വില സ്ഥിരത ഉണ്ടാവും, വില കയറ്റം ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ ധനനയത്തിൻ്റെ പരിമിതികളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് സാമ്പത്തിക രംഗത്തേക്കാൾ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലേ? സാമ്പത്തിക രംഗത്തേക്കാൾ അവിടെ രാഷ്ട്രീയ പ്രാധാന്യങ്ങൾക്കാണ്
മൂല്യം നൽകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ധനനയത്തിന് ചില പരിമിതികൾ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള നികുതി നയങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാന്യകാലത്താണ്, നമ്മുടെ സാമ്പത്തിക മാന്യം ഉള്ള സമയത്താണ് നമ്മൾ രൂപീകരിക്കുന്നത്. പക്ഷെ അത് പൊതുകടം വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വികസ്വര രാജ്യങ്ങളിൽ നികുതി വെട്ടിപ്പ്, കൈമാറ്റ വ്യവസ്ഥ, കുറഞ്ഞ നികുതി ഇലാസ്തികത എന്നിവയ്ക്ക് കാരണമാകുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും ഒരുപോലെയല്ല സാമ്പത്തിക നയം കൊണ്ടുപോകുന്നത്. അത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ വികസ്വര രാജ്യങ്ങളിൽ അവിടെ എന്താവും, നമുക്ക് നികുതി വെട്ടിപ്പ് അതൊക്കെ കാണുന്ന സമയത്ത് കുറഞ്ഞ നികുതി എന്നിവയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക നയത്തിൽ പരിമിതികൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക നയമാണ് നികുതി നയം. ആ നികുതി നയം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ വില സ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അല്ലേ. അപ്പോൾ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക വികസനം ആർജിക്കാനും സർക്കാരിൻ്റെ കൃത്യമായ സാമ്പത്തിക നയങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സാമ്പത്തിക നയത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ചെറിയ പോരായ്മകളുണ്ട്. പക്ഷേ ഈ ചെറിയ പോരായ്മകൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ രൂപപ്പെടുത്തിയെടുക്കാനും അത് കാരണമാകാറുണ്ട്. അപ്പോൾ വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും സാമ്പത്തിക നയം ഉപയോഗിക്കാറുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഫിസ്ക്കൽ പോളിസി എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഷോർട്ട് എസ്സേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം.